കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ രക്ഷാപ്രവർത്തനം വൈകിയതിനെ വീണ്ടും ന്യായീകരിച്ച മന്ത്രി വി എൻ വാസവൻ. ബിന്ദുവിൻ്റേത് ഉടനടി മരണമാണെന്നും നേരത്തെ അവശിഷ്ടങ്ങൾ നീക്കിയിരുന്നാലും രക്ഷപ്പെടുത്താനാവുമായിരുന്നില്ല എന്നും മന്ത്രി. LDFിൻ്റെ ജനകീയ കൂട്ടായ്മയിലാണ് മന്ത്രിയുടെ ഈ വിചിത്രവാദം. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ അടിമുടി വിമർശനം നേരിട്ട സർക്കാർ ജനകീയ കൂട്ടായ്മയിലൂടെയാണ് പ്രതിരോധം സൃഷ്ടിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിന് മുമ്പിലായിരുന്നു LDFിന്റെ നേതൃത്വത്തിൽ ആദ്യ പരിപാടി. ആരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്ന മന്ത്രിമാരുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ രക്ഷാപ്രവർത്തനം വൈകിയതിനെ ബിന്ദുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉയർത്തിയാണ് മന്ത്രി വി എൻ വാസവൻ ന്യായീകരിക്കുന്നത്. ബിന്ദു ശ്വാസം മുട്ടിയല്ല മരിച്ചതെന്നും കെട്ടിടം നിലം പതിച്ച ഉടനെ തലയോട്ടി തകർന്നുള്ള ഉടനടി മരണമായിരുന്നുവെന്നും വി എൻ വാസവൻ പ്രസംഗിക്കുന്നു. ഇനി പുറത്തെടുത്ത ബോഡി താമസിച്ചു പോയതുകൊണ്ട് മരണപ്പെട്ടു എന്ന് പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള വാദം നിലനിൽക്കില്ല എന്നുള്ളതിന് ഒറ്റ ഉത്തരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. നേച്ചർ ഓഫ് ഡെത്ത് കൃത്യമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ഡെത്ത് എന്നുവെച്ചാൽ വീണ അപ്പം തന്നെ സിവിയർ ഹെഡ് ഇഞ്ചുറിയാണ്, രക്തസ്രാവമാണ്, അപ്പം തന്നെ എത്തി. ഒരാൾ ശ്വാസം മുട്ടി മരിക്കുകയാണെങ്കിൽ കൃത്യമായി അകത്ത് സംബന്ധം നേരത്തെ മാന്തിയിരുന്നെങ്കിൽ എടുത്തിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു എന്ന് പറയുന്നതിൽ അടിസ്ഥാനം. പക്ഷേ നേച്ചർ ഓഫ് ഡെത്ത് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇൻസ്റ്റന്റ്, വളരെ പെട്ടെന്ന് സംഭവിക്കുകയും ചെയ്യും. അതായത് നേരത്തെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നാൽ പോലും ബിന്ദുവിനെ രക്ഷിക്കാനാകുമായിരുന്നില്ല എന്നാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്. 2 മണിക്കൂറിന് ശേഷമാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്ന ബിന്ദുവിനെ കണ്ടെത്തുന്നത്. ഇത് ഇങ്ങനെ ന്യായീകരിക്കാനാകുമോ എന്നാണ് ഉയരുന്ന ചോദ്യം. തിരച്ചിലിനായി മണ്ണുമാന്തി യന്ത്രം എത്തിക്കാൻ ആവശ്യപ്പെട്ടത് താനായിരുന്നുവെന്നും മന്ത്രി അവകാശപ്പെടുന്നു. അപ്പൊ ഞങ്ങൾ ഈ സംഭവ സ്ഥലത്ത് വരുമ്പോൾ തന്നെ ഈ കാര്യത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാരാണ് ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ഒരു ഫയർഫോഴ്സുകാരൻ പോയി ജില്ലാ ഓഫീസറെ വിളിച്ചതിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അടിയന്തരമായി നിങ്ങൾ ഇതിനടിയിൽ ഇനിയും ആളുണ്ടോ എന്ന് പരിശോധിക്കണം, JCB കൊണ്ടുവരണം. അതിന് അപ്പം പറഞ്ഞു അദ്ദേഹം വിളിച്ചിട്ടുണ്ട്, ഞങ്ങൾ പെട്ടെന്നാക്കാം. കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നു. വേദനാജനകമായ ഒരു അനുഭവമാണ്, നിർഭാഗ്യകരമായ സംഭവമാണ്. നമുക്കെല്ലാം വിഷവും വേദനയും ദുഃഖവും ആ കാര്യത്തിലുണ്ടപ്പോൾ തന്നെ നമ്മൾ പ്രകടിപ്പിച്ചു. അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു കാലതാമസം ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്നോ പോലീസിന്റെ ഭാഗത്തുനിന്നോ മറ്റേതെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെന്ന് മാത്രമല്ല ആരും അതിനെ തടസ്സപ്പെടുത്തിയിരുന്നില്ല. ഇത്തരം അവകാശവാദങ്ങൾക്ക് പുറമെ UDF സർക്കാർ ഭരണകാലത്ത് നടന്ന അപകടങ്ങളും നൽകിയ നഷ്ടപരിഹാരവും എടുത്തു പറഞ്ഞാണ് മന്ത്രി വി എൻ വാസവൻ വിഷയത്തെ പ്രതിരോധിക്കുന്നത്. ജനം, കോട്ടയം.